ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും എന്താ പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ബീച്ചിലിടുന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് എന്താ ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഗൈസ്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഷർട്ടൊക്കെ മഴ പെയ്തു, പക്ഷെ നിങ്ങൾ നോക്കി നോക്കാം, വെയില് പുറത്ത് നോക്കി നോക്കി, മഴ പെയ്തു തന്നെ അറിയാൻ പറ്റണില്ലല്ലോ. മഴ സംഭവം ഇന്നലെ പുലർച്ചെ നല്ല അടിപൊളി മഴ പെയ്തു, ഇടിച്ചു കുത്തി മഴ പെയ്തു. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു അല്ലേ അമ്മ? പക്ഷേ രാവിലെ ആയപ്പോൾ മഴ പെയ്തതിൻ്റെ എഫക്റ്റ് കൂടി അറിയാമല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ ഷർട്ടൊക്കെ കിട്ടുന്നാൽ നല്ല മുഴുകലും ഹ്യൂമിഡിറ്റിയും വിയർപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു ഇതാകുമ്പോൾ പിന്നെ കുറച്ച് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് സുഖം ഉണ്ടാവും. അങ്ങനെ ഇത് ഇട്ടതാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ എത്തിയപ്പോൾ രാത്രി 1:30. ഞാൻ ഇന്നലെ ഇവിടെ പോയിക്കായിരുന്നു, എന്താ സ്ഥലപ്പേര്, നെന്മാറ പോയിരിക്കായിരുന്നു. നെന്മാറ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് പിന്നെ നടക്കുന്നത്. ഞാനോ അങ്ങനെ പോകാറൊന്നുമില്ല. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെന്മാറ വെടിക്കെട്ട് എന്ന് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് മൊബൈൽ ഫോണൊക്കെ കയ്യിൽ കിട്ടിയ സമയം മുതലേ ഈ മൊബൈലിൽ കൂടെ കാണുന്നുണ്ട്, യൂട്യൂബിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ നെന്മാറ വെടിക്കെട്ട് ഏഷ്യയിലെ വലിയ വെടിക്കെട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര പരിപാടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാരം കൊണ്ട് ഇത് എന്താ സംഭവം എന്ന് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കിയതാണ്. അതിനായിട്ട് ഇവിടെ നമ്മൾ വന്നതൊന്നുമില്ല, ഏതായാലും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചെക്കന്മാരൊപ്പം ഇന്നലെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഇന്നലെ വെടിക്കെട്ടെ കാണാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ 1:30 മണിയായില്ലേ വന്നപ്പോ അതിന്? കുറച്ച് നേരത്തെ എത്തി. പുലർച്ചെ വെടിക്കെട്ടൂടി കാണാന്ന് വല്യച്ഛൻ മരിച്ചു. അപ്പൊ അത് കാരണം കൊണ്ട് പുലർച്ചെ ഞങ്ങൾ വെടിക്കെട്ടൂടി കാണാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ 7 മണിക്കുള്ള വെടിക്കെട്ട് കണ്ടിട്ട് ഞങ്ങൾ തിരികെ പോരേ ചെയ്ത് കേട്ടോ. അപ്പോൾ പരിപാടി കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. നെന്മാറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പരിപാടിയൊക്കെ കണ്ടു, അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഏഷ്യ എന്ന് പറയുന്നത് എത്രങ്ങാൻ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് ഇവിടെ ഈ ഒരു നാട്ടിലാണെന്ന് പറയുമ്പോൾ പ്രൗഡ് മലയാളി. മഴ പെയ്തതിൽ കുറച്ച് സ്ലിപ്പായി പരിപാടി. മഴ പെയ്ത കാരണം കൊണ്ട് വെടിക്കെട്ടൊക്കെ കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ടെന്ന്. 7:30 പൊട്ടിക്കേണ്ടിയുള്ള ഈട് 6:30 പൊട്ടിക്കേണ്ടി വന്നു. അങ്ങനെയായിരുന്നു. അപ്പം എന്തായാലും പരിപാടി കണ്ടു, കൊള്ളാം, കുഴപ്പമില്ല, നല്ല അടിപൊളി. ഭൂമിക്ക് ഫുള്ള് കുലുങ്ങിയിരുന്നു അവിടെ ഒന്നായിട്ട്. ഇവിടെ ചെവിട്ട് പോയിട്ട് നല്ല പരിപാടിയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വെടിക്കെട്ട് നെന്മാറൊന്നുമല്ല. ഇന്നത്തെ വിശേഷം നമ്മുടെ അടുക്കളയിലുള്ളത് ചക്കരയും മാരി ചേർത്തുള്ള കുറച്ചൊന്ന് 2 വിശേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടോ. ഇവിടെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നാള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന്. ഇത് മുട്ട, അന്ന് പിന്നെ എന്താണ് ചീരയല്ല ഉണ്ടാക്കിയത്. ഇത് സംഭവം മുരിങ്ങേൻ്റെ ഇല മുട്ടയിട്ട് വെച്ചതാണ്. കുറേ ആൾക്കാർ പറഞ്ഞു മുട്ടയിട്ട് ആരും വെക്കാറില്ല എന്ന്. ഇവിടെ പക്ഷെ മുട്ടയിട്ട് വയ്ക്കൂലേ? മുട്ടയും ചീരയും ഡയറ്റ്. മുരിങ്ങ അളിയനെ ഡയറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ മുട്ട ഇട്ടിട്ട് സംഭവം ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇലക്കറികളിൽ ഇങ്ങനെ മുട്ട ഇട്ടൊക്കെ ഇവിടെ കറി വെക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒന്നും ഇങ്ങനെ ചീരയിലും മുരിങ്ങയിലും വെക്കാറുണ്ട്. ചോറ് പിന്നെ നമ്മുടെ ബാസ്മതി റൈസുള്ള ചോറാണ് അല്ലേ. ചെമ്മീനത് അടുപ്പത്ത് പൊരിയനുണ്ട്, ഡയറ്റുള്ള കാരണം കൊണ്ട് മിക്സ് ചെയ്താണ് ഇവിടെ. അപ്പോൾ കുട്ടീനെ ഉറക്കി കിടത്തിയിട്ടാണ് ഇവരുടെ അടുക്കളയിൽ പരിപാടികൾ. കുട്ടീനെ ഉറക്കി കിടത്തിയത് ഉമ്മയാണ് കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു, എന്ത് കുറച്ച് മുന്നേ നിങ്ങളെ കുട്ടീനെ ഞാനാ ഉറക്കിയത് പറഞ്ഞു. ഞാൻ ഉമ്മനോട് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക കഴിവുണ്ട്. എന്താ തരാണ്? അപ്പൊ ചക്കരക്ക് എന്ത് ചെയ്തു, ബാർട്ടർ സമ്പ്രദായമാണ് ഇവിടെ. ഒരാള് കുട്ടീനെ ഉറക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരാള് പാത്രം കഴുകും. അപ്പോ ഉമ്മ പറയാണ് കുട്ടീനെ ഉറക്കാൻ ഉമ്മനെ കൊണ്ടേ ആവുള്ളൂ എന്ന്. സംഭവം ശരി തന്നെയാണ് കേട്ടോ. ഞാനും ചക്കരയൊക്കെ നോക്കി. ഈ നാട്ടുകാർ മൊത്തം കേൾക്കണ രീതിക്ക് തൊള്ളടും. ഇക്കാന് തൊള്ളടാൻ പറ്റില്ല, തൊള്ളറിന് ഇഷ്ടമല്ല. ഉമ്മ പിന്നെ ഒറ്റ പാടില് പാട്ടങ്ങോട്ട് പാടും. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. അതില് പാട്ട് പാടണ മാത്രല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങള് സിനിമാ പാട്ട് പാടുന്ന അമ്മ പറയണത്. സിനിമാ പാട്ട് പാടിയിരുന്നു, പക്ഷേ കുട്ടിക്കറിയില്ലല്ലോ അപ്പോൾ ഇത് സിനിമാ പാട്ടാണോ മാപ്പിളപ്പാട്ടാണോ എന്ന്. പിന്നെ ഉമ്മ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ നല്ല പോലാണ്ട് ആട്ടുക അല്ലേ. അതാണ് ഉമ്മ പറഞ്ഞ പൊടിക്കൈ. ചക്കര അപ്പം എന്താ അങ്ങനെ ആട്ടില്ലേ? അപ്പൊ ഉമ്മ ആട്ടണത്
അതൊക്കെ ഞാൻ നോക്കണം. നല്ല എന്റെ ആട്ടൽ കണ്ടിട്ട് തന്നെ എല്ലാരും പറയും ഇതെന്താ ഇങ്ങനെ ആട്ടുള്ളത്, അതിനപ്പുറം ആട്ടും. അപ്പൊ ആലോചിച്ച് നോക്കണം, വണ്ടർലയിൽ പോയ അമ്പലപ്പറമ്പിലുള്ള മറ്റേ ഇതില്ലേ, എന്താണ് റൈഡ്, ഇങ്ങനെ ഇങ്ങനെ ഊഞ്ഞാല് പോലാണ്. നമ്മളെവിടെ പോയി മറ്റേ ഇവിടെ പെരിന്തൽമണ്ണ അല്ല, മറ്റേ പെരിന്തൽമണ്ണ ഫെസ്റ്റിന് വാപ്പി ചക്കരയും കൂടി ആടിയില്ലേ? ഞാൻ പറഞ്ഞ അതല്ല. അത് നിങ്ങൾ പോയത് മറ്റേ ഇവിടെ കോട്ടക്കുന്നില് മിനി ഊട്ടിയില് അതേപോലത്തെ റൈഡില് വിടുന്ന പോലെ കുട്ടീനെ വിട്ടാല് ഉറങ്ങുന്ന അമ്മ പറയണ കേസ്. അതല്ല ഊഞ്ഞാല് അപ്പൊ മാന്തളെന്താ കറി വെക്കാനോ പൊരിക്കാനോ? മസാലാക്കി വെക്കണം. ഇന്നിപ്പതേ ഇവിടെ നെത്തോലി ഉമ്മ മസാല ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാന്തളം മത്തി വെട്ടിച്ചതുണ്ടല്ലേ? മത്തി വെട്ടിച്ചുണ്ടെങ്കിൽ പിന്നെ അത് മതി. എന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ മത്തി വറ്റിച്ച സാധനം. സാമ്പാറും ഉണ്ട്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. 10 മുട്ടയ്ക്ക് സമമാണ് ഒരു മത്തി എന്ന് പറയണത്. അപ്പൊ 10 മത്തി 100 മുട്ട കഴിച്ചതിന് തുല്യമാണ്. ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ സാധനം എങ്ങനെ ആയാലും അതൊന്നും പ്രശ്നമില്ല, ഇങ്ങനെ കഴിക്കാറുണ്ട്. ചക്കരക്ക് അറിയോ മത്തി വെട്ടിച്ച് വെക്കാൻ? എന്ത് കേട്ടില്ല? കൂട്ടണമെന്നില്ല, വെക്കണം. പിന്നെന്താ ഇവളെന്താ നിങ്ങളെ ഈ പാചകം ഒന്നും പഠിപ്പിക്കാത്തമ്മ? പഠിപ്പിച്ചിട്ടില്ല. സോഫി എല്ലാം വെക്കാറുണ്ടല്ലേ? സോഫി ബിരിയാണിയൊക്കെ എത്രങ്ങാനും ജാതി ബിരിയാണി വെക്കും. ചോറ്, തക്കാളി ചോറ്, തേങ്ങാച്ചോറ്. ഈ പ്രായത്തിലൊക്കെ സോഫി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി മസാല, മുട്ട മസാല പോലത്തെ. അല്ല, അപ്പൊ ചക്കരന്റെ ഈ പ്രായത്തിൽ സൗഫിയും പഠിച്ചിട്ടുണ്ടായില്ല? പിന്നെ പഠിച്ച് വെക്കുന്നുണ്ട്. ചക്കര നീ എന്നാ ഇതൊക്കെ പഠിക്കണത്? അവര് പഠിക്കണമെങ്കിൽ എന്താ ഇനിയിപ്പോ വേണ്ട അറിയോ? സ്വന്തമായിട്ടൊരു വീടായിട്ട് മാറണം. ഏയ് അതിനയക്കൂല. പലതരമായിട്ട് വെക്കൊന്നും വേണ്ട. എത്ര ദിവസം? 1 ദിവസം വാങ്ങും, 2 ദിവസം വാങ്ങും, അല്ലെങ്കിൽ ഒരാഴ്ച വാങ്ങും, പിന്നെ വാങ്ങുവോ? അപ്പൊ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറി കുട്ടികളൊക്കെ ഒന്ന് വലുതാവുമ്പോ അതൊക്കെ പഠിക്കും. അങ്ങനെ തന്നെ പഠിക്കുള്ളൂ. അങ്ങനെ തന്നെ. ആരും ഈ പാചകവും നിൽക്കൂല. അത് ശരിയാ. അല്ല, വേറെ കാര്യമുണ്ട്. പറയില്ല, അണ്ടർസ്റ്റാൻഡിലാണ്ട് പോവും അല്ലേ? അതായത് ജീവിതത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഉമ്മ പറയണത് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലേ, അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ് തമ്മിൽ രാവകൽ വ്യത്യാസമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് വെച്ചാൽ എന്താണ്? ഒക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കണത്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് വെച്ചാൽ മനസ്സിലാക്കി ജീവിക്കണത്. അതാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പറ്റില്ല. തെറ്റണല്ലേ? നമ്മളങ്ങനെയൊന്നും ഇല്ലല്ലേ? ഉമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ വേണ്ടത്. ഒരാളെ തിരുമ്പല് പരിപാടികൾ നോക്കുമ്പോ കയ്യില് തിരുമ്പോ ആ നേരത്തിന് ഒരാള് വീട്ടിലെ ആഹാരങ്ങൾ ഉണ്ടാക്കും, ഒരാൾ അടിച്ചുവാരി തുടക്കലുണ്ടാവും. തിരുമ്പും. സ്നേഹം കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് ആണല്ലേ? മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുഡ് ഉണ്ടാക്കണത്, നീന്തൽ പഠിക്കണത്, സൈക്കിൾ ഓട്ടണത്, ഇതൊന്നും ബുക്ക് നോക്കി പഠിക്കാൻ പറ്റില്ല ചക്കരെ. ഇതൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം. എന്തേ, ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം?
അറിയില്ല. ഓളുണ്ടാക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും ചക്കര ചപ്പാത്തി ഉണ്ടാക്കും, പപ്പടം പൊരിക്കും, പപ്പടം പൊരിക്കും മുട്ട പൊരിക്കും, ഉള്ളി മസാല ഉണ്ടാക്കും കട്ടൻ ചായ ഇടും. കട്ടൻ ചായ ഇടും. പാൽ ചായ ഇടില്ലല്ലോ, എപ്പോഴാ പാൽ ഒഴിക്കണ്ടെന്ന് അറിയില്ലല്ലേ? അത് പാല് വെള്ളം ഒപ്പല്ല വെക്കുക. ആ ഇവിടെ പാലും വെള്ളം ഒപ്പാണല്ലേ കഴിക്കണേ. നിങ്ങളവിടെ നിങ്ങൾ ഞങ്ങൾ ആദ്യം വെള്ളം പാല് അതെ വെള്ളം തിളച്ചിട്ട് പാല് വരും. ഞങ്ങളങ്ങനെയല്ല, ഒപ്പം വെക്കൂലേ? പാല് വെള്ളം ഒപ്പം വെക്കും. ഇവിടെ തിളച്ച് ചായപ്പൊടി ചെയ്യാം, ചായപ്പൊടി ഡെയ്യ ഒക്കെ കണക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ചക്കരേ പാചകമൊക്കെ പഠിച്ചോ. വീട് വെച്ച് മാറുമ്പോഴൊക്കെ നമുക്ക് അറിയണം ഇതൊക്കെ. വീട് വെച്ച് നിങ്ങൾ രണ്ട് തേങ്ങ കണ്ടുപോലെ രണ്ട് ആൾക്കാരുണ്ട്. തേങ്ങ കണ്ണുള്ള 2 ആൾക്കാരുണ്ട്. വീട് വെച്ച് മാറണ്ടെന്ന് പറഞ്ഞല്ലേ. വീട് വെച്ച് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ മാറണമെന്നില്ല. തിന്നാലാണ് അതിന്റെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അത് എനിക്ക് എങ്ങനെയാ അറിയോ, എനിക്ക് എല്ലാവരുമായിട്ട് താമസിക്കണം. അതായത് കൂട്ടുകുടുംബമായിട്ട് എനിക്ക് ജീവിക്കണം, അണുകുടുംബമായിട്ട് ജീവിക്കണം എനിക്ക് താല്പര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞ് ആ പേരെ വേണ്ടൊക്കെ ഇപ്പൊ ഇൻഷാല്ലാ അപ്പുറത്ത് തന്നെ പേരെ കയറ്റുന്ന സ്ഥലം ഉണ്ടായാലൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും 2 വീട് എന്നതിലുപരി ഒറ്റ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴുള്ള സുഖവും സന്തോഷവും അതൊന്നും വേറെ തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഓരോ ആൾക്കാരും ഇപ്പോൾ വീട്ടിൽ 3-4 ആൺമക്കളുണ്ടെങ്കിൽ 4 ആളും വേറെ വീട് വെച്ചിട്ട് എന്ത് ചെയ്യും, 4 സ്ഥലത്ത് 4 ദിക്കിലായിട്ട് പോകും. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ജോലി ആവശ്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ട് ആവും. ചിലപ്പോൾ സ്ഥലത്തിന് വില കൂടുതലുണ്ട്, സ്ഥലം വില കുറവുള്ള സ്ഥലത്ത് വീട് വാങ്ങി വെക്കണമാവും. അത് ചിലപ്പോൾ കുറച്ച് ദൂരം മാറിയിട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അവനവൻ്റെ വീട്ടിൽ, തറവാട് വീട്ടിൽ ഉമ്മായും ഉപ്പായും മക്കളും പിന്നെ അനുജനും ഏട്ടനും അവരുടെ ഭാര്യമാരൊക്കെ എല്ലാവരും ചേർന്നിട്ട് ജീവിക്കണം, താമസിക്കണം. ഒരു സുഖം വേറെ. എനിക്ക് പേഴ്സണലി അതിനാണ് ഇപ്പോൾ താല്പര്യം. എനിക്ക് എല്ലാവരും ഇങ്ങനെ കാണണം വീട്ടിൽ, മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ വീട്ടിലിപ്പോൾ നിങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അവർ എത്ര ദിവസം നിൽക്കണം വെച്ചാൽ അത്രയും ദിവസം നിൽക്കണം. കാരണം ആ ഒരു സമയങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയ സമയങ്ങളാണ്. അപ്പം എന്തായാലും പെട്ടെന്നൊന്നും വീട് വെച്ച് മാറുമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ്. ഒക്കെ സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതെന്താ ഇവിടെ കഴിച്ചതിൻ്റെ ഒരു ബാക്കി പഴംപൊരിയോ? കഴിച്ചില്ല എന്നിട്ട്? ശരി. ഇന്നലെ തറവാട്ടിൽ പോയൊന്നുമില്ലേ? ശരി. മാങ്ങ അതാ കുറച്ചിരിക്കുന്നുണ്ടല്ലോ അമ്മ അവിടെ. താഴെ വീട്ടിൽ മാങ്ങയില്ലേ? മാങ്ങ കുറച്ചാൽ നമുക്കിന്ന് മാങ്ങ കുറേ നിൽക്കണുണ്ട്. നമ്മളത് കൂടെ മാങ്ങ ഉണ്ട്, കാരക്കയൊക്കെ നിൽക്കണുണ്ട്. മാങ്ങ കുറച്ചുണ്ട് പറിക്കാനുള്ള അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അത് നമുക്ക് താഴെ വീട്ടിലൊന്ന് പോയി നോക്കാം. മാങ്ങ പറിക്കാനായി തോട്ടിയുണ്ടോ ഇവിടെ? ഉണ്ടോ? അതുണ്ടാക്കാം. അതിനിപ്പോൾ അത്യാവശ്യം നീളമുള്ളൊരു കമ്പും പിന്നെ ചെറിയ എത്ര പോകുന്നൊരു കോല് മതിയല്ലോ. നമുക്കത് കെട്ടിയിട്ട് തോട്ടി ഉണ്ടാക്കാം നമുക്ക്. പിന്നെ പകുതി തോട്ടിൻ്റെ നീളമുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്താ അത് പറയാത്തത്? ഓ അത് ശരി. എല്ലാവരും എന്നെ ഇവരൊക്കെ ആദ്യം എന്നെ ഇത്രയും ഉയരമുള്ള ആൾക്കാരെ കളിയാക്കി. ഇതാണ്ട് ഇമ്മ അടക്കം പറഞ്ഞു, എന്ത് ചെങ്ങായി ഉയരമുള്ള ചെങ്ങായിയാണോ ഈ ചക്കരനെ കെട്ടാൻ പോണെന്ന്. ഞാൻ എന്നോട് പറയാണ്, ഞാൻ സ്വന്തം കിട്ട് വന്ന എന്തേമ്മ ഈ അലമാരുടെ മുകളിൽ ആ സാധനം ഒന്ന് എടുത്തോട്ട്. ഞാൻ പറഞ്ഞു എന്താ വേണ്ടത്, അതൊന്ന് എടുത്തോട്ട്. ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഉയരമുള്ള എന്നെ ആരെയും പറ്റിയില്ല, ഉയരമുള്ളവനാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഉയരം ഉപകരിച്ചില്ലേ ചോദിച്ചു ഞാന്. അപ്പോ പൊക്ക ഉയരമുള്ളതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്, അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് ഗൈസ്. എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ മാതിരി. ഇതാ ചട്ടി ചൂടായിട്ടുണ്ട്, പുകയനുണ്ട്. എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നത്തട് വരിക്കാൻ പോവാണ്. ചെമ്മീനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും നമ്മളെ കൊച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണെന്ന്. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തമ്മാൻ്റെത് അമ്മ ഇന്ന് നാട്ടിലെത്തും. ഇന്നേ എത്തുള്ളൂ. ഉമ്മ മിനിങ്ങാന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു. മിനിങ്ങാന്ന് രാത്രി ചേരമാൻ യാത്ര, പള്ളിയിലൊക്കെ യാത്ര അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളാളത്തെത്തി. ഉള്ളാളത്ത് ഇന്നലെ തിരിച്ചു. അവർ പിന്നെ മമ്പുറം അങ്ങനെ പോയിട്ട് സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് അവർ വീട്ടിലെത്തും. ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ എത്തും. ഉച്ച വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ എത്തും. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകണമെങ്കിൽ അങ്ങനെ അങ്ങനെയാവും. എന്തായാലും ഉമ്മാനൊന്ന് വിളിച്ചു നോക്കണം. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മയും കൂടി ഒന്ന് വിളിച്ചു നോക്കണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അലേഹ എവിടെ? അലേഹ ഒരപ്പം പോയോ? അലേഹ ഒരേ കൂടെ പോയി. അളിയനും സിനുവൊന്നും ഇവിടെ ഇല്ല, അവർ പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.